अगला एक क्वेश्चन है शिल्प और कला। विद्वानों के अनुवाद को कभी कला या शिल्प कहते थे। साहित्य कला का शिल्प भावात्मक अथवा काल्पनिक होता है। किसी भी शिल्प को लीजिए, कला उसके साथ लगी रहती है। किसी भी कला को लीजिए, उसका आधार कोई शिल्प होता है। इसका मतलब है कि कला या शिल्प में अन्योन्याश्रित संबंध होता है। साहित्य के अनुवाद में शिल्प मुख्य होता है, कला तो സൗന്ദര്യവർദ്ധക തത്വം है। അപ്പോൾ കലയും ശില്പവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ലിറ്ററേച്ചറിൻ്റെ ട്രാൻസ്ലേഷനിൽ നമുക്ക് മുഖ്യമായിട്ടും ശില്പം വേണം. അതുപോലെ തന്നെ അതിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ നമുക്കൊരു കലയും ആവശ്യമാണെന്നാണ് പറയുന്നത്. नेक्स्ट क्वेश्चन प्रोक्ति। भाषा विज्ञान के विकास के यह फल मिला है कि भाषाओं में वाक्य को पूर्ण अर्थ संपन्न इकाई मानने की प्रथा है. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൽ നമുക്ക് കിട്ടിയ പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ഭാഷകളിൽ വാക്യങ്ങളെ പൂർണ്ണമാക്കി അല്ലെങ്കിൽ അർത്ഥസമ്പന്നമായ ഓരോ യൂണിറ്റുകളായി കാണാനുള്ളൊരു രീതി നമുക്ക് ഭാഷാ വിജ്ഞാൻ തന്ന ഒരു നല്ലൊരു കാര്യമാണ്. किसी एक विचार को पूर्ण अर्थ के साथ प्रस्तुत करने की क्षमता एक वाक्य में नहीं होती है. ഏതെങ്കിലും ഒരു കാര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്തയെ പൂർണ്ണ രൂപത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസ്തുതീകരിക്കുവാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു കഴിവ് ഒരൊറ്റൊരു സെൻറ്റൻസിന് മാത്രമായിട്ട് ഒരിക്കലും കിട്ടുകയില്ല. इसके लिए 4-5 വാക്യോം की आवश्यकता है. അതിനായിട്ട് നമ്മൾ ഒരു 5-6 വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നു. ऐसी इकाई को प्रोक्ति कहते हैं. ഇത്തരത്തിലുള്ള 5-6 വാക്കുകളുടെ യൂണിറ്റുകളെയാണ് പ്രോക്തി എന്ന് പറയുന്നത്. അനുവാദ കാര്യമേ പ്രോക്തി പരക ചിന്തൻ ഉപയോഗി മാനാ ജാത്താ ഹെ. അപ്പോൾ അനുവാദ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രോക്തികളെ വളരെയധികം ഹെൽപ്ഫുള്ളായി കാണപ്പെടുന്നു. പ്രോക്തി തക്ക അനുവാദ ചിന്തൻ കാ വിഷയ ബൻ ഹുവാ ഹെ. അപ്പോൾ പ്രോക്തി തന്നെ ട്രാൻസ്ലേഷൻ്റെ ഒരു വിഷയമായി മാറിയിരിക്കുന്നു. നെക്സ്റ്റ് नाटकों का अनुवाद. नाटकों का अनुवाद भी काव्यानुवाद के समान सृजनात्मक है. अतः वे अभिव्यंजना प्रधान और शैली प्रधान है. कविता का अंश कम होने पर भी नाटकों में कई प्रसन्न काव्यात्मक होते हैं. स्रोत भाषा के नाटक का अनुवाद पठनीय रूप में भी हो सकता है, अभिनय रूप में भी हो सकता है. അപ്പോൾ നാടകാനുവാദം എന്ന് പറയുന്നത് കാവ്യാനുവാദം ചെയ്യുന്നത് പോലെ തന്നെ ഒരു സൃജനാത്മകമായ ഒരു പ്രക്രിയയാണ്. അവർ അഭിവ്യഞ്ജനയ്ക്കാണ് പ്രധാനം കൊടുത്തിരിക്കുന്നത്, കൂടെ തന്നെ ശൈലിക്കും പ്രധാനത കൊടുത്തിരിക്കുന്നു. കവിത കാ അംശ കം ഹോനെ പർ ഭി നാടകം കൈ കവിത നാടകത്തിൽ വളരെയധികം കുറവാണ്. ഒരു നാടകം എന്നതിൽ കൂടുതലായിട്ടും ഡയലോഗ്സാണ് കാണപ്പെടുന്നത്. പക്ഷേ ഈ കവിതയുടെ അംശം കുറവാണെങ്കിൽ പോലും നാടകങ്ങൾ എപ്പോഴും കാവ്യാത്മകമായിരിക്കും. സ്രോത ഭാഷയ്ക്ക് നാടക അനുവാദ്, അതായത് ഒരു മൂലഭാഷയിലുള്ള ഒരു നാടകം നമുക്ക് വായിക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കാം, അതുപോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരു രൂപത്തിലുമായിരിക്കാം. अभिनय नाटक बनाना हो तो पहली शर्त ये है कि अनुवादक को रंगमंच का अच्छा ज्ञान हो. അപ്പോൾ അഭിനയിക്കാൻ കഴിയുന്ന നാടകത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആൾക്ക് രംഗമഞ്ച് അല്ലെങ്കിൽ സ്റ്റേജ് സെറ്റിങ്സിനെ കുറിച്ച് വളരെയധികം അറിവുണ്ടായിരിക്കണം. नाटक को रूप देते हुए लक्ष्य भाषा के रंगमंच प्रकृति का भी ज्ञान होना अनिवार्य है. അപ്പോൾ നാടകത്തിൻ്റെ രൂപം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ലക്ഷ്യഭാഷയിലെ രംഗമഞ്ച്, അതായത് നമ്മളിപ്പോൾ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ഒരു നാടകം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഏതു ഭാഷയിൽ നിന്നാണോ നാടകം എടുക്കുന്നത് ആ ഭാഷയിലുള്ള സ്റ്റേജ് സെറ്റിങ്സിനെ കുറിച്ചുള്ള അറിവും ഏതു ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആ ഭാഷയിലുള്ള നാടകങ്ങളുടെ സ്റ്റേജ് സെറ്റിങ്സിനെ കുറിച്ചുള്ള അറിവും ഈ ട്രാൻസ്ലേറ്റർക്ക് ഉണ്ടായിരിക്കണം. भाषा शैली की दृष्टि से मंचीय नाटकों में विशेष कठिनाई उपस्थित होती है. नाटक वर्णन प्रधान नहीं
സംവാദ് പ്രധാൻ ഹെ. അപ്പോൾ ഭാഷ അതുപോലെ ഭാഷയുടെ ശൈലികൾ തുടങ്ങിയവയുടെ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റേജിൽ അവതരിപ്പിക്കാനുള്ള നാടകങ്ങളുടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. നാടകം ഒരുപാട് വർണ്ണിച്ച് അങ്ങനെ വർണ്ണൻ പ്രധാനമല്ല, പകരം സംവാദ് ഡയലോഗ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നാടകത്തോ സംവാദ് കഥാംശ് കാര്യവ്യാപാർ ആദി और अभिनय का സമന്വിത രൂപ ഹോത്താ ഹെ. നാടകം എന്ന് പറയുന്നത് ഡയലോഗ്സും കഥയും ഒരു സ്റ്റോറിയും പിന്നെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ കൂടി और അഭിനയം, ഇമ്പോർട്ടൻ്റ് ആയത് അഭിനയം, ഇതൊക്കെ മിക്സായ ഒരു രൂപമാണ് നാടകം എന്ന് പറയുന്നത്. नेक्स्ट पदानुपद अनुवाद. कार्यालयी भाषा में मूल अंग्रेजी से हिंदी में अनुवाद करते हुए अनुवादक पदानुपद अनुवाद करने में विशेष ध्यान रखते हैं. तो सरकारी दफ्तरों में भाषा का अंग्रेजी से हिंदी में अनुवाद करते हुए अंग्रेजी ഭാഷയിൽ നിന്നും ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ട്രാൻസ്ലേറ്റർ പദാനുപദ അനുവാദത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. पूरे संदर्भ को सही ढंग से समझकर हिंदी के मुहावरे के अनुसार स्वतंत्र रूप से हिंदी में लिखा जाए तो कठिनाइयाँ दूर हो सकती है. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട പാരഗ്രാഫിലെ കാര്യങ്ങളെയൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഹിന്ദിയിലെ മുഹാവര അല്ലെങ്കിൽ ചില പ്രയോഗങ്ങളിലൂടെ നമുക്ക് സ്വതന്ത്രമായ രൂപത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്നു. കുച്ച് ശബ്ദ് ബീച്ച് മേ ചൂട്ട് ജായേ പർ കതി വിഷയക്ക് കോയി ബിന്ദു ചൂട്ട് ന ജായേ. ചില വാക്കുകൾ ഇടയ്ക്ക് വിട്ടുപോകുമെങ്കിലും നമുക്ക് പറയാനുള്ള കണ്ടൻറ്റിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും വരുന്നില്ല. ഇത്തന ധ്യാൻ രഖ്ന ചാഹിയേ. ഒരു പറയാനുള്ള കണ്ടൻറ്റിൽ ഒന്നും വിട്ടുപോകുന്നില്ല എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. हिंदी की प्रकृति के अनुसार अंग्रेजी के एक लंबे वाक्य को दो छोटे वाक्य बना लेने में भी कोई दोष नहीं है. അപ്പോൾ ഹിന്ദി ഭാഷയുടെ ഒരു നേച്ചറിനെ അനുസരിച്ച് ഇംഗ്ലീഷിലെ ഒരു വലിയ 3-4 സെൻറ്റൻസിനെയൊക്കെ ഹിന്ദിയിൽ നമുക്ക് വളരെ ചെറിയ 1-2 സെൻറ്റൻസ് ആക്കുവാൻ സാധിക്കും. ലംബേ വാക്യ അക്സർ ഭാരി ലഗ്തേ ഹെ. വലിയ വാക്യങ്ങൾ അല്ലെങ്കിൽ സെൻറ്റൻസസ് നമുക്ക് എപ്പോഴും വലിയ ഭാരങ്ങളാണ് തരുന്നത്. तो नेक्स्ट सामान्य साहित्य. विश्व साहित्य के पर्याय के रूप में ही सामान्य साहित्य शब्द का प्रयोग हुआ था. അപ്പോൾ ലോക സാഹിത്യത്തിൻ്റെ പര്യായ ശബ്ദമായിട്ടാണ് നമ്മളെ മുന്നിൽ സാമാന്യ സാഹിത്യം എന്ന വാക്ക് വന്നിട്ടുള്ളത്. വിശ്വ സാഹിത്യ के बारे में पहल चिंतन करने वाले गोधे ने कहीं सामान्य साहित्य शब्द का പ്രയോഗ കിയാ ഹെ. അപ്പോൾ ലോക സാഹിത്യത്തിനെ കുറിച്ച് ആദ്യമായി സംസാരിച്ച ഒരു ചിന്തകനാണ് ഗോധെ. അദ്ദേഹം പലയിടങ്ങളിലും സാമാന്യ സാഹിത്യം എന്ന വാക്കിൻ്റെ പ്രയോഗം ചെയ്തിട്ടുണ്ട്. സാഹിത്യ की कुछ रचनाएं जन्म से ही देशीय होने पर भी बाद को देश की सीमाओं को पार कर प्रसिद्ध हो जाती है. അപ്പോൾ സാഹിത്യത്തിലെ കുറേയധികം രചനകൾ ഉണ്ടാകുന്നത് ഒരു ദേശത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ദേശീയ സാഹിത്യമായിട്ടാണ് ഉണ്ടാകുന്നതെങ്കിലും അതിൻ്റെ ആ ഒരു അതിർത്തികൾ ലംഘിച്ചുകൊണ്ട് അത് വളരെയധികം പ്രശസ്തമായ കുറച്ച് രചനകളൊക്കെ ഉണ്ട്. ലൈക്ക് രാമായൺ മഹാഭാരത് ആദി ഭാരത് കെ ദേശീയ സാഹിത്യ അബ് സാർവലൗകിക് ബൻ ഗയേ ഹെ. ഇപ്പോൾ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രാമായൺ മഹാഭാരത് തുടങ്ങിയ രചനകൾ ഭാരതത്തിൻ്റെ ദേശീയ സാഹിത്യമാണ്, പക്ഷേ അതിപ്പോൾ ഒരു വിശ്വസാഹിത്യമായിട്ട് മാറിയിരിക്കുന്നു. ഇസി പ്രകാർ യൂറോപ്പ് की कई സാഹിത്യ കൃതിയാ സാരേ സംസാർ മേ ഫൈലി ഹുയി ഹെ. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരുപാട് രചനകൾ ഇന്ന് ലോകപ്രസിദ്ധമാണ്. സ്വാഭാവിക रूप में अनुवाद के रूप में ही ये अन्य भाषाओं में राष्ट्रों में फैलते हैं. ये अनुवाद तुलनात्मक अध्ययन की दृष्टि से महत्वपूर्ण होती है. അപ്പം നമുക്ക് ഇത്തരം രചനകൾ ട്രാൻസ്ലേഷൻ പ്രോസസ്സിലൂടെയാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ട്രാൻസ്ലേഷൻ കാര്യങ്ങൾ തുലനാത്മക അധ്യയനിക്കുക, അതായത് കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൻ്റെ ആ ഒരു രീതിയിലൂടെ നോക്കുകയാണെങ്കിൽ വളരെയധികം മഹത്വപൂർണമായ ഒരു കാര്യമാണ് ഇത്.